ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും രണ്ട് പ്രോബ്ലംസും കൂടി ഉണ്ട് ഇതിൽ. അത് നമുക്കപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫോർമേഷൻ. An old asset cost rupees 30,000 having a book value of 12,000 was sold for rupees 10,000. അതായത് അസറ്റിൻ്റെ സെയിൽസ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന അസറ്റിൻ്റെ സെയിൽസ് വരുമ്പോഴത്തെ ഒരു പ്രോബ്ലം, അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് തോന്നുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ 62,000. നമ്മൾ ഇക്കൊല്ലം ചാർജ് ചെയ്തിരിക്കുന്ന ഡിപ്രീസിയേഷൻ 62,000 ആണ്. ദെൻ ഇൻട്രീം ഡിവിഡൻഡ് പേ 20,000. ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹാഫ് ഇയർ ഒക്കെ കഴിയുമ്പോൾ കമ്പനി ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവും. അത് പറഞ്ഞിട്ടുണ്ട് 20,000 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് ആണ്. 2 വർഷത്തെ ഐറ്റംസ് വെച്ചിട്ടുള്ള ലയബിലിറ്റീസും അസറ്റ്സും തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കാം. അസറ്റ് 30,000 രൂപ വിലയുള്ളതിൻ്റെ ഇപ്പോഴത്തെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 12,000 ആണ്. നമ്മൾ വാങ്ങുമ്പോൾ അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 30,000 രൂപയ്ക്കാണ് വാങ്ങിയ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ 12,000 ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡിഫറൻസ് എമൗണ്ട് എന്തായിരിക്കും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം പഠിക്കണം, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 4-5 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലാണ്ടാവും, അത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 30,000 രൂപ വിലയുള്ള അസറ്റ് വിൽക്കുന്നത് 12,000, അസറ്റിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 12,000 രൂപയാണ്. അപ്പോൾ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 18,000 ആണ്. ആ 18,000 ആണ് നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ലെസ് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്? ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂവിൽ നിന്ന് ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറയ്ക്കും. പിറ്റത്തെ വർഷം വീണ്ടും കുറയ്ക്കും. അങ്ങനെ കുറഞ്ഞ് ഇപ്പം 30,000 രൂപ വിലയിൽ എത്ര രൂപയുള്ളൂ? 12,000 രൂപയുള്ളൂ. ഡിഫറൻസ് എമൗണ്ട് ആയ 18,000 രൂപയാണ് ഇത്ര നാളും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡിപ്രീസിയേഷൻ എമൗണ്ട്. അപ്പോൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. ദെൻ ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ 62,000 ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അത് ഏതൊക്കെ സ്റ്റെപ്പിലാണ് വരിക? ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറയുന്നത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് 3ാമത്തെ സ്റ്റെപ്പിൽ വരും. അതുപോലെ ഇത് 2 സ്ഥലത്ത് വരണം. അഡ്ജസ്റ്റ്മെൻറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ആയതുകൊണ്ട് 2 സ്ഥലത്ത് വരണം. 2ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് സോഴ്സസ് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ആ 20,000 രൂപ വരും വേണം. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നോക്കുക. ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അത് കൺസിഡർ ചെയ്യണം. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിൽ ഡിബഞ്ചേഴ്സ് ഉണ്ട്, അതും 2ാമത്തെ സ്റ്റെപ്പിൽ. ജനറൽ റിസർവ് നോക്കുക. 1,20,000 എന്നുള്ളത് 1,60,000 ആയിട്ട് കൂടി. 40,000 രൂപ വരെ വ്യത്യാസമുണ്ട്. അതായത് 40,000 രൂപ ആ വർഷം ജനറൽ റിസർവ് എന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. വരേണ്ടത് 3ാമത്തെ സ്റ്റെപ്പിൽ. ദെൻ P&L അക്കൗണ്ട് ഉണ്ട്. അത് നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആവശ്യമുണ്ട്. ദെൻ ക്രെഡിറ്റേഴ്സ് നമുക്ക് 1ാമത്തെ സ്റ്റെപ്പിലേക്ക് ആവശ്യമുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് എടുക്കാമായിരുന്നു? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാമായിരുന്നു, അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നിട്ടില്ലെങ്കിൽ. പക്ഷേ ഡിപ്രീസിയേഷനെ കുറിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായിട്ട് എടുക്കാനായിട്ട് പറ്റില്ല? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് തന്നെ എടുത്ത് സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നില്ലായിരുന്നു എങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാമായിരുന്നു? അത് കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ട് 1ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് പണി കഴിക്കാമായിരുന്നു. പക്ഷെ അതുപോലെ ഇതുപോലെ പറ്റില്ല. കാരണം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഡിപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദെൻ ബാങ്ക് ലോൺ ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന് അണ്ടറിൽ വരുന്നത് കൊണ്ട് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഷോർട്ട് ടേം ആയിട്ട് എടുക്കണം. ആ ഒരു ഹൈറാർക്കിയിലാണ് എപ്പോഴും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയാണ്, അതിൻ്റെ അണ്ടറിലാണ് എന്ത് വന്നിരിക്കുന്നത്? ബാങ്ക് ലോൺ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്ത് തന്നെയായിരിക്കും? കറണ്ട് ലയബിലിറ്റി തന്നെ ആയിരിക്കും. അപ്പോൾ അത് 1ാമത്തെ സ്റ്റെപ്പിൽ വേണം. ഇപ്പോഴത്തെ ഫിക്സഡ് അസറ്റ് ഉണ്ട്. നമുക്ക് 2ാമത്തെ സ്റ്റെപ്പിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 2ാമത്തെ സ്റ്റെപ്പിൽ തന്നെയാണ് എടുക്കേണ്ടത്. ദെൻ ഇൻവെൻട്രി, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ആ 3ഉം എന്ത് തന്നെയാണ്? കറണ്ട് അസറ്റുകളാണ്. 1ാമത്തെ സ്റ്റെപ്പിൽ എടുക്കണം. അടുത്തതൊരു പുതിയൊരു ഇൻഫർമേഷനാണ്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യണം. നമ്മൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുന്നതെന്നൊക്കെ FM-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫേസ് വാല്യൂവിനേക്കാൾ കുറവിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2015 20,000 ഉണ്ടായിരുന്നു, അത് 10,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എന്തിട്ടുണ്ടാവും? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ലാഭമാണോ നഷ്ടമാണോ? കമ്പനിക്ക് 10 രൂപ വിലയുള്ള ഷെയർ 9 രൂപയ്ക്ക് വിൽക്കണം, കമ്പനിക്ക് നഷ്ടമാണ്.
അങ്ങനെ വന്ന നഷ്ടം എമൗണ്ട് ആണ് ഇങ്ങനെ വന്നിട്ട് 20,000 ആയിട്ട് ഇരുന്നത്. അത് പിറ്റത്തെ വർഷം ആകുമ്പോഴേക്കും 10,000 ആയിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അത് റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അത് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രത്യേകതയുള്ളൂ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ് ഏത് സ്റ്റെപ്പിൽ കാണിക്കണം? റിട്ടേൺ ഓഫ് ഒക്കെ ഏതിലെ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ഒക്കെ നമ്മളന്ന് പ്രൊഫോമ എഴുതുമ്പോൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതണം. അതുപോലെ തന്നെ ഇവിടെയും ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞ് ഡിഫറൻസ് എമൗണ്ട് ആയ 10,000 റുപ്പീസ് നമ്മൾ എഴുതണം. ഓക്കെ, അപ്പോൾ അത്രയ്ക്കാണ് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് മാത്രം പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്യുന്ന പോലെ തന്നെ അത് നമ്മൾ റിട്ടേൺ ഓഫ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് അത് നമ്മളവിടെ കാൽക്കുലേഷനിൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയ്ക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാം. പ്രൊഫോമ വരയ്ക്കാൻ 4 കോളംസ് പ്രൊവൈഡ് ചെയ്യുക. പെർട്ടിക്കുലേഴ്സ് 2015-16 ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും എഴുതി. ദെൻ എ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. 3 കറണ്ട് അസറ്റ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇൻവെൻട്രി, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, അത് 3ഉം എടുത്ത് എഴുതുക. അതാതിൻ്റെ വാല്യൂസ് അതാതിൻ്റെ ഇയറിൻ്റെ കോളത്തിൽ എഴുതുക. ദെൻ എന്ത് ചെയ്യുക? അത് 3ഉം കൂടി ആഡ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ടോട്ടൽ കറണ്ട് അസറ്റ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് 2015 2,95,000 കിട്ടും, 16 2,20,000 കിട്ടും. ഓക്കെ, ടോട്ടൽ കറണ്ട് അസറ്റ് കിട്ടി. ദെൻ അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലയബിലിറ്റി എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു 2 കറണ്ട് ലയബിലിറ്റി ആണുള്ളത്, ക്രെഡിറ്റേഴ്സും ബാങ്ക് ലോണും. പ്രൊവിഷൻ നമ്മൾ എടുത്തില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട്. അത് രണ്ടും എഴുതുക. 2 വർഷത്തിൻ്റെയും എമൗണ്ടുകൾ എഴുതുക. 2 കോളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടും? 1,05,000 കിട്ടും, 1,48,000 കിട്ടും 2 വർഷങ്ങളിലായിട്ട്. അപ്പോൾ നമുക്ക് 2 വർഷത്തിൻ്റെയും കറണ്ട് അസറ്റ്സും കിട്ടി, കറണ്ട് ലയബിലിറ്റിയും കിട്ടി. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യുക. അതായത് 2,95,000 നിന്ന് 1,05,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,90,000 കിട്ടും. അതാണ് 2015 എന്ന വർഷത്തിലത്തെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 16 2,20,000 നിന്ന് 1,48,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72,000 കിട്ടും. അതാണ് നമുക്ക് ആ വർഷത്തെ 2016 വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അത് തമ്മിൽ കമ്പയർ ചെയ്യുക. 1,90,000 എന്നുള്ളത് 72,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം 1,90 എന്നുള്ളത് 72,000 കുറയാനുണ്ടായത്. അപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതി. ദെൻ ഡിഫറൻസ് എമൗണ്ട് എവിടെയാണ് ഷോർട്ടേജ് ഉള്ളത്? 2016 അതിൻ്റെ അണ്ടറിൽ ഇതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് ആയ 1,18,000 എഴുതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചു 1,18,000. ഇവിടെ ഡിക്രീസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഏത് കോളത്തിൽ എഴുതാം? ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ആ ഡിഫറൻസ് എമൗണ്ട് ആയ 1,18,000 എഴുതി. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ മെയിൻ ടാസ്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കമ്പയർ ചെയ്യണം, കറണ്ട് അസറ്റ്സ് കമ്പയർ ചെയ്യണം. ഇൻവെൻട്രി എന്തുണ്ടായി? 1,76,000 ഉള്ളത് 1,02,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് ആയതുകൊണ്ട് കുറഞ്ഞാൽ ഡിഫറൻസ് എമൗണ്ട് ആയ 74,000 എവിടെ എഴുതുക? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ എഴുതി. ദെൻ നെക്സ്റ്റ് ഡെപ്റ്റേഴ്സ് ആണ്. 84,000 എന്നുള്ളത് 68,000 ആയിട്ട് കുറഞ്ഞു. കറണ്ട് അസറ്റ് ആയതുകൊണ്ട് കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ 16,000 എഴുതി. ദെൻ ക്യാഷ് എന്തുണ്ടായി? 35,000 എന്നുള്ളത് 50,000 ആയിട്ട് കൂടി. കറണ്ട് അസറ്റ് കൂടിയാൽ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 15,000 എഴുതി. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റുകൾ കഴിഞ്ഞു. അടുത്ത കറണ്ട് ലയബിലിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് എന്തുണ്ടായിരിക്കുന്നത്? 90,000 എന്നുള്ളത് 1,23,000 ആയിട്ട് കൂടി. പക്ഷേ കറണ്ട് ലയബിലിറ്റി ആയതുകൊണ്ട് കൂടിയാൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കോളത്തിൽ ഡിഫറൻസ് എമൗണ്ട് ആയ 33,000 എഴുതി. ദെൻ ബാങ്ക് ലോൺ ആണ്. 15,000 എന്നുള്ളത് 25,000 ആയിട്ട് കൂടി. കറണ്ട് ലയബിലിറ്റി ആണ്. കൂടിയാൽ ഡിക്രീസ് ഇൻ കോളത്തിൽ 10,000 എഴുതി. ഓക്കെ, അപ്പോൾ എല്ലാ കമ്പാരിസണും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ടായിട്ട് ഏതാ ഉള്ളത് നമ്മുടെ കയ്യിൽ? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അത് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻസ് സോഴ്സിൻ്റെ സൈഡിലാണ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്കിനി സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഷെഡ്യൂൾ വരച്ചു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? നോൺ കറണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കണം. ആദ്യം വരയ്ക്കേണ്ട നോൺ കറണ്ട് അക്കൗണ്ട് ഷെയർ ക്യാപിറ്റലാണ്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. എല്ലാ ലയബിലിറ്റിയിലും ഓപ്പണിങ്, ക്രെഡിറ്റും ക്ലോസിങ്, ഡെബിറ്റും എഴുതണം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ 5 lakhs എഴുതുക. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 6 lakhs എഴുതാം.
ക്വസ്റ്റ്യനിൽ പിന്നെ ഷെയർസിനെ കുറിച്ച് യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ 1 lakh വന്നു. ഏത് സൈഡിൽ? ക്രെഡിറ്റ് സൈഡിൽ. ഒരു ലയബിലിറ്റിക്ക് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ ലയബിലിറ്റി കൂടുന്നു. ഡെബിറ്റ് സൈഡ് ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ കൂടുക, ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ കുറയുക. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുന്നു. ഒരു ഷെയർ എന്ന് പറഞ്ഞ ലയബിലിറ്റി എങ്ങനെയാണ് കൂടുക? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ എന്തെന്ന് എഴുതണം? ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ കൊടുക്കുക. എമൗണ്ട് എത്രയാണ്? 1 lakh ആണ്. ഓക്കെ, അപ്പോൾ ദെൻ കഴിഞ്ഞു. നമുക്ക് ടോട്ടൽ ചെയ്ത് രണ്ട് സൈഡിലും 6 lakhs കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോൺ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കിട്ടിയ ബാലൻസിങ് ഫിഗർ എന്താണ്? ഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സോഴ്സസിൻ്റെ അണ്ടറിൽ ഈ 1 lakh കാണിക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ആണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരയ്ക്കുക. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ലയബിലിറ്റി ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലും എഴുതുക. ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2 lakhs, ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് 1,50,000 ഡെബിറ്റ് സൈഡിലും എഴുതി. ദെൻ ഡിബഞ്ചേഴ്സിനെ കുറിച്ച് വേറെ ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ ചെയ്യുക. ഷോർട്ടേജ് വന്നിരിക്കുന്നത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. ഒരു ലയബിലിറ്റിക്ക് ഡെബിറ്റ് സൈഡിൽ ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം അത്ര എമൗണ്ട് വെച്ച് ആ ലയബിലിറ്റി കുറഞ്ഞു. കാരണം എല്ലാ ലയബിലിറ്റികൾക്കും എന്ത് ബാലൻസ് ആണുള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ കൂടി, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ കുറഞ്ഞു. അപ്പോൾ ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ എമൗണ്ട് കുറഞ്ഞു. ഒരു ഡിബഞ്ചർ എന്ന് പറഞ്ഞ ലയബിലിറ്റി കുറയണമെങ്കിൽ എന്തുണ്ടാവണം? തിരിച്ചു കൊടുക്കണം. നമ്മൾ അവരിൽ നിന്ന് മേടിച്ച കാശ് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ നിന്ന് എഴുതാ? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ബാലൻസിങ് ഫിഗർ ഡിഫറൻസ് എമൗണ്ട് ആയ 50,000 എഴുതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് 2 lakhs മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ വർഷം നമ്മൾ എത്ര തിരിച്ചു കൊടുത്തു? 50,000 തിരിച്ചു കൊടുത്ത് ക്ലോസിംഗ് ആയപ്പോൾ എത്ര എമൗണ്ട് ഉള്ളൂ? 1,50,000 എമൗണ്ട് നമ്മുടെ ഡിബഞ്ചേഴ്സ് എന്ന പേരിൽ കെടുക്കണമല്ലോ. ഓക്കെ, ഇനി നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഒരു ഐറ്റം കെടുക്കുന്നുണ്ട്. അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടില്ല? കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായിട്ട് എടുക്കണം? നോൺ കറണ്ട് ലയബിലിറ്റി ആയിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്സഡ് അസറ്റുകളുടെ സെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ 2 columns പ്രൊവൈഡ് ചെയ്യും. അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നമ്മൾ നോക്കും. അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. എങ്ങനെയാണ്? അറ്റ് കോസ്റ്റിലാണോ അറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂലാണോ നോക്കണത്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അറ്റ് കോസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പുറത്ത് കിടക്കുന്ന അസറ്റ് സൈഡിൽ കിടക്കുന്ന ഫിക്സഡ് അസറ്റ് അറ്റ് കോസ്റ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ 2 അക്കൗണ്ടുകൾ വരയ്ക്കണം. അതുകൊണ്ട് ആദ്യം ഫിക്സഡ് അസറ്റ് വരച്ചിട്ട് നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറ്. അപ്പോൾ അറ്റ് എ ടൈമാണ് വരയ്ക്കേണ്ടത്. പക്ഷേ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരയ്ക്കാം. ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറയാം. ബ്രോ ഡൗൺ ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. കാരണം അസറ്റ് ആണ്. എമൗണ്ട് എത്രയാണ്? 4,50,000. ക്രെഡിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യുക 7 lakhs എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്? ഈ ഫിക്സഡ് അസറ്റിൻ്റെ ഒരു പോർഷൻ എമൗണ്ട് വിറ്റിട്ടുണ്ട്. അതായത് 30,000 രൂപ വർത്ത് ഉണ്ടായിരുന്നതായിരുന്നു. അത് 12,000 ഇപ്പോൾ വിലയുള്ളൂ. അത് എത്രയാണ് വിട്ടേക്കണു? 10,000 സെയിൽസ് നടത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലും ഇതുപോലെ ഉണ്ടായിരുന്നു. രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വിറ്റത് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ നോക്കുക. ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. രണ്ടാമത്തെന്ന് പറയുന്നത് വിറ്റിട്ട് കിട്ടുന്ന ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അത് രണ്ടും എഴുതുക. നമുക്ക് എത്ര രൂപയാണ് വിറ്റിട്ട് കിട്ടിയിരിക്കുന്നത്? 12,000 രൂപ വിലയുള്ളതാണ്. പക്ഷേ വിറ്റത് എത്ര രൂപയ്ക്കാണ്? 10,000 rupees-നാണ്. അപ്പോൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഫ്രം സെയിൽസ് എത്രയാണ്? 10,000 rupees. ദെൻ അടുത്ത എന്താ നോക്കേണ്ടത്? ലാഭമാണോ നഷ്ടമാണോ നോക്കുക. ലാഭമാണോ നഷ്ടമാണോ നോക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 12,000 rupees വെറുത്തുള്ള സെയിൽ അസറ്റ് വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 10,000 rupees-നാണ് വിൽക്കുന്നത്. ലോസ് ഓഫ് ₹2,000. അപ്പോൾ നമുക്ക് ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2,000 കാണിക്കുക. ബ്രാക്കറ്റിൽ ലോസ് ഓൺ സെയിൽസ് കാണിക്കുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്?
ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അത് നമ്മൾ എവിടെ എഴുതേണ്ടത്? നമ്മൾ ഓൾറെഡി വേറെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നില്ലെങ്കിൽ ഇവിടെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കണം. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ഉള്ളത് ആ വിറ്റ കാര്യം നോക്കുക. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 30,000 രൂപ വിലയുള്ള അസറ്റാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്ക്? 12,000 രൂപയ്ക്ക്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എന്തായിരിക്കും? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഓഫ് ദി സോൾഡ് അസറ്റ്. വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാ എൻട്രി വരുമെന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിലെ സെയിൽസ് നടത്തിയ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അണ്ടർ ദി ഹെഡ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ക്രെഡിറ്റ് ചെയ്യണമെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പം P&L അക്കൗണ്ട് അല്ല, അണ്ടർ ദ ഹെഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ടത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും അതുപോലെ എന്തുണ്ട്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ട്. എത്ര രൂപയാണ്? 18,000 ആണ്. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 18,000 എന്ന് എഴുതാം. ഇതിൻ്റെ കോൺട്രാ എൻട്രി നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നോക്കണം. ഇനി വേറെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഫിക്സഡ് അസറ്റിനെ കുറിച്ചിട്ട് പറയാനില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്തു. ദെൻ വിറ്റതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് നോക്കുക? വിറ്റതിൻ്റെ പ്രോഫിറ്റ് നോക്കുക, ക്യാഷ് റെസിപ്റ്റ് നോക്കുക. അത് രണ്ടും ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിൽ വയ്ക്കുക. പിന്നെ നോക്കേണ്ടത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതും പോസ്റ്റ് ചെയ്യാം. ഈ 3 സംഭവങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അത് 3ഉം പോസ്റ്റ് ചെയ്തു. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഒരു അസറ്റിന് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം, നേരത്തെ നമ്മൾ ഡിബഞ്ചേഴ്സിന് എന്താ ചെയ്തത്? ഡിബഞ്ചേഴ്സിന് ലൈബിലിറ്റിക്കാണ് ബാലൻസിങ് ഫിഗർ വന്നപ്പോൾ എന്താ നമ്മൾ അസംഷൻ നടത്തിയത്? ലൈബിലിറ്റി കുറഞ്ഞു. പക്ഷെ അസറ്റിൻ്റെ ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടും. കാരണം എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആണ്. വീണ്ടും അവിടെ ബാലൻസിങ് ഫിഗർ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ് കൂടിയിട്ടുണ്ടാവും. എത്രയാണ്? 2,80,000 ആണ് ഡിഫറൻസ് എമൗണ്ട് വരുന്നത്. അതിന് നേരെ എങ്ങനെയാണ് ഒരു ഫിക്സഡ് അസറ്റ് കൂടുക? പുതിയ അസറ്റ് വാങ്ങിയാൽ. അപ്പോൾ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിലെ ബാലൻസിങ് ഫിഗർ കാണിക്കാം. അപ്പോൾ നമുക്ക് അതും കിട്ടി. അപ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് വരച്ച് അതിൻ്റെ റിസൾട്ടായിട്ട് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് 2,80,000 കിട്ടി. ഫിക്സഡ് അസറ്റ് വരച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് വരയ്ക്കുക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുക. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലൈബിലിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ അതുപോലെ ലൈബിലിറ്റിയിൽ എഴുതുന്ന പോലെ എഴുതാം. ഓപ്പണിങ് ക്രെഡിറ്റ് സൈഡിൽ എഴുതാം 60,000, ക്ലോസിങ് ഡെബിറ്റ് സൈഡിൽ എഴുതാം 1,04,000. ഇനി ആദ്യമായിട്ട് എന്ത് പോസ്റ്റ് ചെയ്യണം? നമുക്ക് ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ചെയ്യാം. എത്രയാണ് ഡിപ്രീസിയേഷൻ? 62,000 ആണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഏത് സൈഡിൽ എഴുതണം? അതായത് ഇക്കൊല്ലത്തെ ഡിപ്രീസിയേഷൻ ആണ് 62,000. അപ്പോൾ ഈ 62,000 കൂടി ആഡ് ചെയ്താൽ നമ്മുടെ പ്രൊവിഷൻ കൂടും. കാരണം ഇത്രയും നാളെ എത്രയും ഉണ്ടായിരുന്നല്ലോ? 60,000 ഉണ്ടായിരുന്നല്ലോ. അതിനോട് കൂടി ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എത്ര കൂട്ടി? 62,000 കൂട്ടണം. ഒരു ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ലൈബിലിറ്റികൾ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ ക്രെഡിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ എമൗണ്ട് ആയ 62,000 എഴുതി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിക്സഡ് അസറ്റിൽ ഒരു കോൺട്രാ എൻട്രി വന്നു. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ, നമ്മൾ വിറ്റ അസറ്റിൻ്റെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തണം. അവിടെ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയത്. അത് ഏത് സൈഡിലാണ് വന്നിരിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ. അതിൻ്റെ കോൺട്രാ എൻട്രി ഇവിടെ വരും ഡെബിറ്റ് സൈഡിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 18,000 എഴുതി. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടാലി ആയി പോയി 1,22,000. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞു. ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ടാലി ചെയ്ത് പോയി. അപ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് കാണിക്കേണ്ടത്. ഫിക്സഡ് അസറ്റിൽ കാണിക്കാനായിട്ട് പാടില്ല, ക്രെഡിറ്റ് ചെയ്യാം. അതുപോലെ നേരത്തെ നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ്റെ കോൺട്രാ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടാലി ആയി കിട്ടും. നെക്സ്റ്റ് വരയ്ക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ലോങ് ടേം ആണ്, ഫിക്സഡ് അസറ്റ് ആണ്, നോൺ കറണ്ട് ലൈബിലിറ്റി ആണ്, നോൺ കറണ്ട് അക്കൗണ്ട് ആണ് വരയ്ക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് ആയതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡ്, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 2,50,000 എഴുതാം. ക്ലോസിംഗ് ബാലൻസ് 3 lakhs ക്രെഡിറ്റ് സൈഡിൽ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദെൻ ഇനി ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്യുക. ബാലൻസിങ് ഫിഗർ നമുക്ക് ഏത് സൈഡിൽ വന്നു? ഡെബിറ്റ് സൈഡിൽ വന്നു. അസറ്റുകൾക്ക് ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിൽ വന്നാൽ അതിൻ്റെ അർത്ഥം ആ അസറ്റ്
കൂടി. എങ്ങനെയാണ് കൂടുക? അസറ്റുകൾ പെർച്ചേസ് ചെയ്യുമ്പോഴാണ് അസറ്റ് കൂടുക. അപ്പോൾ പെർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഫിഗറിന് ബ്രാക്കറ്റിൽ എഴുതാം എമൗണ്ട് 50,000 എഴുതി. അപ്പോൾ ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും പോസ്റ്റ് ചെയ്തു, ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിച്ചു. ഡിഫറൻസ് എമൗണ്ട് നമ്മൾ എന്തായിട്ട് എഴുതി? ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് പെർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. അപ്പോൾ അതോടുകൂടി നമ്മുടെ എല്ലാ നോൺ കറണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കൽ കഴിഞ്ഞു. ഇനി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഏതാണ്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം എന്ത് എഴുതണം? പ്രോഫിറ്റ് ഫോർ ദി ഇയർ എഴുതണം. രണ്ട് P&L അക്കൗണ്ടുകൾ തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് 38,000 എഴുതി. ഇനി എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് തുടക്കം തൊട്ട് ആദ്യം നമുക്ക് എന്ത് നോക്കാം? ബാലൻസ് ഷീറ്റ് നോക്കാം. അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അവിടെ നമ്മൾ റിസർവ് എടുത്തിട്ടില്ല. അവിടെ എത്രയാണ്? 1,20,000 എന്നുള്ളത് 1,60,000 ഈ ഡിഫറൻസ് എമൗണ്ട് 40,000 ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ടു റിസർവ് എന്ന് പറഞ്ഞിട്ട് 40,000 എഴുതി. പിന്നെ എന്താണുള്ളത്? ലയബിലിറ്റി സൈഡിലൊന്നുമില്ല. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ അസറ്റ് സൈഡിൽ എന്തുണ്ട്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ചെയ്യണ പോലെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. 20,000 എന്നുള്ള 10,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 10,000 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് റിട്ടേൺ ഓഫ് 10,000. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക. എന്തുണ്ടായിട്ടുണ്ട്? വിറ്റിട്ടുണ്ട്, അസറ്റ് വിറ്റിട്ടുണ്ട്. അപ്പോൾ അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? ലോസ് ഉണ്ടോ നോക്കണം. ലോസ് ഉണ്ടെങ്കിൽ അതും മൂന്നാമത്തെ സ്റ്റെപ്പിൽ എഴുതാം. ഇത് വിറ്റിട്ട് ഇതിന് ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു. നോൺ കറണ്ട് അക്കൗണ്ട് വരച്ചപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണമല്ലോ. അത് ഒന്ന് കാണിക്കേണ്ടത് ലോസ് നമ്മുടെ എവിടെ കാണിക്കുക? മൂന്നാമത്തെ സ്റ്റെപ്പിൽ കാണിക്കുക. 4ാമത്തെ സ്റ്റെപ്പിൽ ഇത് വിറ്റിട്ടുണ്ടാവുന്ന ഇൻകം 4ാമത്തെ സ്റ്റെപ്പിൽ കാണിക്കണം. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 2,000, അതെഴുതി. പിന്നെ എന്താണ്? ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഒരു നോൺ കറണ്ട് അസറ്റ് ലൈബിലിറ്റി, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് എഴുതണം. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 62,000 എന്ന് എഴുതണം. ദെൻ ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ്. ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ഇവിടെ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിരിക്കുന്നത്? 3ാമത്തെ സ്റ്റെപ്പിലും 4ാമത്തെ സ്റ്റെപ്പിലും നമ്മൾ എഴുതണം. 3ാമത്തെ സ്റ്റെപ്പിൽ എഴുതേണ്ടത് ഡിവിഡൻഡ് പേയ്മെൻറ്റ് ഒരു എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതിവിടെ എഴുതണം. ദെൻ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതണം അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ എഴുതും വേണം. ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതാം ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് 20,000. ഓക്കെ. ഇനി വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നുമില്ല. നമുക്ക് ടോട്ടൽ ചെയ്ത് പുറത്തേക്ക് ടോട്ടൽ എഴുതാം 1,34,000. അത് 38,000 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1,72,000 ആണ് നമുക്ക് പ്രൊവിഷൻ ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് കിട്ടിയത്. അപ്പോൾ അതോടുകൂടി 3ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിൽ നമ്മൾ ഇന്നലെ ചെയ്തത് 2 അഡ്ജസ്റ്റ്മെൻറ്റ് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്. ഇന്നലെ ചെയ്ത പ്രോബ്ലത്തിലും വിറ്റതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. വിറ്റതുണ്ടെങ്കിൽ ലോസ് ഇവിടെ എഴുതാം, ഇൻഫ്ലോ അല്ലെങ്കിൽ സെയിൽസ് റെസിപ്റ്റ് എവിടെ എഴുതാം? 4ാമത്തെ സ്റ്റെപ്പിൽ എഴുതാം. പിന്നെ ഇവിടെ ഉള്ളത് ഇൻറ്ററിം ഡിവിഡൻഡ് പെയ്ഡ് ആണ്. അത് നമ്മുടെ ഒരു നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ഏറ്റവും ആദ്യം വരച്ചത് ഏതാണ്? ഷെഡ്യൂളാണ്. അതിൽ നമുക്ക് എന്താ റിസൾട്ട് കിട്ടിയത്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 1,18,000 എഴുതി. പിന്നെ നമ്മൾ വെച്ച ഷെയർ ക്യാപിറ്റലാണ്. അതിൻ്റെ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് ഇഷ്യൂ ആണ്. ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കമ്പനിയിലേക്ക് ഫണ്ട് വരാണ് ചെയ്യുന്നത്. അപ്പോൾ സോഴ്സസിൻ്റെ അണ്ടറിൽ ആ 1 lakh എഴുതി ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഡിബഞ്ചർ അക്കൗണ്ട് ആണ്. അതിൻ്റെ ബാലൻസ് ഫിഗർ വന്നത് റിഡംഷൻ ആണ്. റിഡംഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുക. നമ്മൾ മുമ്പ് മേടിച്ച കാശ് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് ക്യാഷ് കയ്യിൽ നിന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 50,000. നമുക്ക് ബാലൻസ് ഫിഗർ 50,000 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതി. പിന്നെ നമ്മൾ വരുന്നത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ആണ്. അതിൽ ഒരു പെർച്ചേസും ഉണ്ട്, ഒരു സെയിൽസും ഉണ്ട്. അത് രണ്ടും നമ്മൾ എഴുതണം. പെർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2,80,000 ആണ്. പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ സൈഡിൽ എഴുതാം 2,80,000. ദെൻ സെയിൽസ് നടത്തുമ്പോൾ സെയിൽസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. അത് നടത്തുമ്പോൾ നമുക്ക് ക്യാഷ് വരികയാണ് ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ് അത് വിറ്റേക്കുന്നത്? 10,000 റുപ്പീസിന് വരുന്നത് കൊണ്ട് സോഴ്സസ് ഓഫ് ഫണ്ടിൻ്റെ അണ്ടറിൽ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതി. ഓക്കെ. അപ്പോൾ അത് രണ്ടും ഒരു അക്കൗണ്ടിൽ തന്നെ 2 ഐറ്റംസ്. ഒന്ന് ബാലൻസ് ഫിഗർ ആണ്, പിന്നത്തെ സെയിൽസ്. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എഴുതിയാലും മതി. ഞാനിപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ദെൻ അടുത്ത് നമ്മൾ പിന്നെ വരച്ചത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണ്. അന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല, അപ്പോൾ അത് വേണ്ട. ദെൻ പിന്നെ നമ്മൾ വരച്ചത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണ്. അവിടെ പേർച്ചേസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെന്ന് എഴുതണം? പേർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ സൈഡിൽ 50,000 എഴുതാം.
അപ്പോൾ പിന്നെ നമ്മൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് ഉണ്ട്, അത് സോഴ്സസിൻ്റെ അണ്ടറിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് 1,72,000 എഴുതണം. ഓക്കെ, ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുക. എല്ലാതും 2 തവണ എടുത്തില്ലേ നോക്കുക. അവിടെ നമുക്ക് നോക്കുമ്പോൾ എന്തെടുത്തിട്ടില്ല, ആ സെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സെയിൽസ് ഫിക്സഡ് അസറ്റിൻ്റെ സെയിൽസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് ഒരു സ്ഥലത്ത് എടുത്തിട്ടുള്ളൂ, ആ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിവിടെ കാണിക്കണം. സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 10,000 കാണിക്കണം. ഡിപ്രീസിയേഷൻ നമ്മൾ 2 സ്ഥലത്ത് കാണിച്ചു, ഒന്ന് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും കാണിച്ചു, ഒന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും കാണിച്ചു. അപ്പം ഇനി കാണിക്കേണ്ട. ദെൻ ഇൻട്രം ഡിവിഡൻറ്റ് നമ്മളൊരു സ്ഥലത്താണ് കാണിച്ചിട്ടുള്ളൂ, അതായത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇൻട്രം ഡിവിഡൻറ്റ് പേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്, 20,000 എന്ന് എഴുതണം. ഇൻട്രം ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ ആദ്യം നമ്മൾ വരച്ച അക്കൗണ്ടുകൾ നോക്കുക, ദെൻ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കി എല്ലാ ഐറ്റംസും റെക്കോർഡ് ചെയ്ത് ഉറപ്പ് വരുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും എത്ര കിട്ടും, 4 lakhs വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ആയിട്ടുണ്ടാവുന്നു. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കുറേ പ്രോബ്ലംസായി ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഓർഡറിൽ അങ്ങനെ ചെയ്ത് പോവുക, തെറ്റിക്കാണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഇത്തിരി എളുപ്പമുണ്ട്. താങ്ക് യു.